എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരത്താതെയും മുറിക്കാതെയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. വെട്ട് കേക്ക്, മുട്ട കേക്ക് എന്നെല്ലാം നമ്മൾ കണ്ണൂരൊക്കെ ഇതിന് പറയൽ. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുത്താൽ നമുക്ക് നല്ല കുഞ്ഞു കുഞ്ഞു വെട്ട് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ഭരണിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1.5 മാസം വരെയൊക്കെ കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം ചായൻ്റെ കൂടെ എടുത്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചെറിയ കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിന് അളന്നിട്ട് ഇട്ടാലും മതി പഞ്ചസാര. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മൈദപ്പൊടി ഇട്ടിട്ട് കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബൗളിലേക്ക് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് എള്ള് നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് മൈദ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് കറക്റ്റ് ഒരു അളവൊന്നുമില്ല. നമ്മുടെ ഈ ഒരു മുട്ടൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഇനി വീണ്ടും ഞാൻ 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ കുഴച്ച് നോക്കും. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കും. നല്ല ടൈറ്റായിട്ടുള്ള ഡോ അല്ല നമുക്ക് വേണ്ടത്, കുറച്ച് ലൂസായിട്ടുള്ള ഡോ ആണ്. അപ്പോൾ അധികം മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയായിന്ന് ലാസ്റ്റ് കറക്റ്റ് പറഞ്ഞു തരാം. ഇതിൽ കാണുന്ന ആ ഒരു ലൂസിൽ നിങ്ങൾ മാവ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 കപ്പ് ചേർത്തു. ഇപ്പോൾ 1/2 കപ്പോളം വീണ്ടും ചേർത്തിട്ടുണ്ട്, 3.5 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഓയിൽ കയ്യിൽ ആക്കിയിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്നുള്ള പ്രശ്നം അങ്ങ് പോയി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ 3.5 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം വേണമെന്നില്ല, 1 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്ത ആ ഒരു മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കി പോലെയാണ് ഇപ്പോൾ ഉണ്ടാവുക. ആ ഒരു ഓയിലിൽ കിടന്നിട്ട് ഇതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഇതുപോലെ ബൗളിലാക്കിയിട്ട് അതിലേക്ക് ഡോ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കുഴച്ച് കൊടുത്തത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളെ കേക്കിൻ്റെ ഡോ വേണ്ടത്. ഒരുപാട് ടൈറ്റായിട്ടുള്ള മാവല്ല, നല്ലോണം ലൂസും അല്ല, ആ ഒരു രീതിയിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്ത ആ ഒരു എണ്ണ ഉണ്ടല്ലോ, ഇതുപോലെ മുകളിൽ തെളിഞ്ഞ് നിൽക്കും. അത് ഇതിൽ ആവുമൊന്നും ചെയ്യില്ല, ലാസ്റ്റ് നമുക്ക് കളയാനായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ആവുന്നൊന്നും പേടിക്കണ്ട. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കയ്യിൽ കുറച്ചധികം ഡോ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കഴിയും. അങ്ങനെ ഇതിൽ മുഴുവനായിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ ഉള്ളു വെന്ത് കിട്ടില്ല, മുകൾ ഭാഗം പെട്ടെന്ന് റെഡിയായി കിട്ടും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സാക്കി ഇത് ഫ്രൈ ആക്കി എടുക്കുക. ഉള്ളിൽ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും ഈ ഒരു വെട്ട് കേക്ക്. പിന്നെ ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പം തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ കോരി മാറ്റുക കേട്ടോ.
നമ്മൾ കോരി വെച്ചെടുത്തൊന്നും കുറച്ചൊന്ന് കളറൊന്ന് മാറും. അതുകൊണ്ട് ഈ ഒരു കളറാകുമ്പോൾ കോരി മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്ര കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് നല്ല കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 1.5 മാസം വരെയൊക്കെ കേട് കൂടാതെ ആവശ്യാനുസരണം ചായൻ്റെ കൂടെ എടുത്ത് കഴിക്കാൻ പറ്റും. ഉള്ളു നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മുകളിൽ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.